ഹലോ ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ത്യൻ അപ്പൂപ്പൻ അല്ല, ഇന്ത്യൻ മുതുമുത്തച്ഛൻ, അതാണ് കറക്റ്റ്. ഇന്ത്യൻ ടൂവിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ പടം കാണാനായിട്ട് താല്പര്യമുള്ളത് എസ് ജെ സൂര്യ എന്ന് പറയുന്ന നടൻ അതിനകത്ത് അഭിനയിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുറേ സീൻസ് കണ്ടതുകൊണ്ടാണ് കാണണം എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. പടം ഇറങ്ങി ആദ്യത്തെ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് ട്രോളുകൾ വന്നു തുടങ്ങിയതാണ്. ട്രെയിലറിൽ ഞാൻ പറഞ്ഞിരുന്നത് സ്കാൻഡൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കാൻഡലിനെ ബേസ് ചെയ്തിട്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓവറാൾ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പടം തുടങ്ങിയ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ്, അതായത് ഇന്ത്യൻ വരുന്നത് വരെയുള്ള കുറച്ച് പോർഷൻസ്, അത് കൊള്ളാം എന്ന് എനിക്ക് തോന്നിയ കുറച്ച് പോർഷൻസ് ആണ്. കമലഹാസൻ്റെ മേക്കപ്പും ഇന്ത്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനായിരുന്നു ഈ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സാഹസം ചെയ്തതെന്നുള്ള ചോദ്യം ബാക്കിയാണ്. അതും പോരാഞ്ഞിട്ട് 2025 ഇന്ത്യൻ 3 കമ്മിങ് എന്ന് പറയുന്ന ഒരു എൻ കാർഡും കാണിക്കുന്നുണ്ട്. 2025 ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ ഒരു ക്രക്സ് എന്നുള്ള ലെവലിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. എസ് ജെ സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ ഒട്ടും തന്നെ ഉപയോഗിക്കാത്തൊരു പടം. ആകെ കൂടി ഒരു മാക്സ് ടു മാക്സ് ഒരു 5-6 സീനിലുണ്ടാവും എസ് ജെ സൂര്യ കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു പടം കാണുമ്പോൾ അതും പ്രത്യേകിച്ച് പാർട്ട് 1 ഒക്കെ നല്ല ഹിറ്റാക്കിയിട്ടുള്ള ഒരു സിനിമ, അതിൻ്റെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. ഇന്ത്യൻ ടൂവിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒരുപാട് ട്രോൾസ് നിറഞ്ഞതായിരുന്നു. കാരണം ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളെ ഇത്രയും ആ പടം 96 ഇറങ്ങിയ സമയത്ത് തന്നെ ആൾക്ക് 20 വയസ്സുള്ള ആളാണ്. ആ ആളെ ഈ സമയത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബോറായിരിക്കും എന്ന് തന്നെ ആൾക്കാരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായമായിരുന്നു. അതിന് ശങ്കർ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്തതാണെന്ന്. എന്ത് തന്നെയാണെങ്കിലും ഈ പടം ഇറങ്ങി 10-15 മിനിറ്റിൽ ഇന്ത്യൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മുതൽ എൻഡ് വരെ കമലഹാസൻ്റെ അഴിഞ്ഞാട്ടം എന്നുള്ളത് കവിഞ്ഞ് കമലഹാസനെ ഭയങ്കര ഒരു ഗ്ലോറിഫൈ ചെയ്ത് വച്ചേക്കാണ്. പക്ഷേ അതിനെ എത്രത്തോളം വൃത്തികേടാക്കാവും അത്രത്തോളം വൃത്തികേടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മെയിൻലി ആ മേക്കപ്പ് ഭയങ്കര ബോറായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ മേക്കപ്പ് നമുക്ക് ബോറായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഓൾറെഡി ഉള്ള കമലഹാസൻ അത്രയും പ്രായമില്ലാത്ത ആളായതുകൊണ്ട്. അത് ഒട്ടും പോരാഞ്ഞിട്ട് ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ബോഡിയൊക്കെ കാണിച്ച് ശരിക്കും നല്ല അലമ്പായിട്ടുള്ള ഏരിയ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വിക്രം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് പടം, അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നല്ല, അതിൻ്റെ ഒരു ഹൈപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ്റെ സെക്കൻഡ് പാർട്ട്, അത് അത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കമലഹാസൻ വന്നിറങ്ങിയിട്ടുള്ളത്. പിന്നെ പാർട്ട് 2 ഇതാണ് അവസ്ഥയെങ്കിൽ 3 ഇതിനേക്കാളും ബോറായിരിക്കും, സംശയമൊന്നുമില്ല. വിക്രമിനകത്ത് അഭിനയിച്ചുകൊണ്ടായിരിക്കാം കാളിദാസ് ജയറാം ഇതിനകത്ത് ഒരു 2-3 സീൻസ് ചെയ്തിട്ടുണ്ട്. ഈ പടം കണ്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് അന്യൻ സെക്കൻഡ് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. കാരണം അതും ഇതേപോലെ തന്നെ കറപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചുകൂടെ കമലഹാസനേക്കാളും കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ കഥാപാത്രമാണ് വിക്രം ചെയ്യുന്നത്. അന്യൻ 2 ആയിരുന്നെങ്കിൽ കുറേ കൂടെയൊക്കെ ഇമ്പാക്റ്റ് ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ ചിലപ്പോൾ അന്യൻ 2 ഇനി വന്നുകൂടായികയില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് മരിച്ചുപോയിട്ടുള്ള നമ്മുടെ നെടുമുടി വേണു, അതുപോലെ വിവേക്, മനോബാല എന്നിവരെയൊക്കെ AI ഉപയോഗിച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ആണെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് എടുത്തു പറയാവുന്ന കുറച്ച് ഏരിയാസ്. അവരെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടേഴ്സ് ചില സമയത്ത് കാണുമ്പോൾ അത് കുറച്ച് ഏച്ചുകെട്ടലായിട്ട് നല്ല ഫീൽ ചെയ്യും. കാരണം വേറൊരാളുടെ ഫേസ് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്തേക്കുന്നത്. കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്. ഏറെക്കുറെ റിട്ടയർമെൻറ്റിലേക്ക് നിൽക്കുന്ന ഒരാളെന്നുള്ള ലെവലിൽ പ്രായമുണ്ട് ആ സമയത്ത്, അതായത് 96. അപ്പോൾ ആ ആൾക്ക് ഇന്ത്യനെക്കാളും മേ ബി ഒരു 10-15 വയസ്സിന് ഇളയത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ആളെ ഇപ്പോൾ കാണിക്കുമ്പോൾ ഏറെക്കുറെ ആ ആൾക്കും കാണും ഒരു 90 വയസ്സിനടുത്ത്, അല്ലെങ്കിൽ പക്ഷേ കാണിക്കുന്ന ക്യാരക്ടർ അങ്ങനെയല്ല. അങ്ങനെയുള്ള പോരായ്മകളുണ്ട്. അതിനൊക്കെ ഓരോ എക്സ്പ്ലനേഷൻസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു അത്രയും വലിയ ഹൈപ്പിൽ കൊണ്ടുവന്ന പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യേണ്ട ഏരിയ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ ഒരു ചേസ് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പദം. ശരിക്കും ആ ചേസ് എന്ന് പറഞ്ഞാൽ ലാഗോട് ലാഗ്, അത് സ്കേറ്റ് ബോർഡിലായിട്ടാണ് ചെയ്യുന്നത്. അതിന് പകരം പോലെ ബൈക്കോ അല്ല കാറോ അല്ലൊക്കെ അത് പിന്നെയും കുറച്ചുകൂടെ ഒരു രസം ഉണ്ടായത്. കാരണം അത് വിശ്വസനീയമായ സംഭവമായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് തന്നെ എനിക്ക് ഈ പടം എനിക്ക് വർക്കാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ പടം കണ്ടിട്ടും എനിക്ക് ഒട്ടും വർക്കാകാത്തൊരു ഈ പടം തന്നെയായിരുന്നു. പടം ഇതുവരെയും കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പടം കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.